ഹലോ, നമ്മുടെ വീട് ഓർഗനൈസേഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ മരുന്നുകളാണ് ഒതുക്കാൻ നോക്കുന്നത്. അപ്പോൾ അധികം മരുന്നുകളൊന്നും എൻ്റെ കയ്യിലില്ല. കുട്ടികളും ഞാനും ഉപയോഗിക്കുന്ന മരുന്ന് മാത്രമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മരുന്ന് വേറെ തന്നെ ആണ്, സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഞാൻ അധികം മരുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ പൊട്ടിച്ച മരുന്നുകൾ അധികം സമയം വച്ചേക്കില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു മാസത്തിനുള്ളിൽ തന്നെ മാറ്റിയാണ് പതിവ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലാകെ കൂടെ ഈ 3 സിറപ്സാണ് ഉള്ളത്. അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒന്ന് പാരസിറ്റമോളിനും പിന്നെ സിട്രസിൻ്റെ ഒരു സിറപ്പും പിന്നെ ലിവോലിൻ്റെ ഒരു കഫ് സിറപ്പും മാത്രമാണ്. പിന്നെ ഈ ഒരു ടീ ബാക്കിൻ്റെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം മരുന്നുണ്ടോ അത് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു ചെറിയ ബാസ്ക്കറ്റിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഒരു കഫ് സിറപ്പാണ്, മുതിർന്നവർ ഉപയോഗിക്കുന്ന ഒരു കഫ് സിറപ്പുണ്ട്. നമ്മൾ മരുന്നുകളൊക്കെ ഒതുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ആരൊക്കെയാണ് മരുന്നുകൾ യൂസ് ചെയ്യുന്നത് അവർ തന്നെ അവരുടെ മരുന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്. നമ്മൾ അവിടെ പോയി അടുക്കിപ്പെറുക്കി കൊടുത്താൽ അവർക്ക് കറക്റ്റ് എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനൊരു നേസൽ ഡ്രോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടൈഗർ ബാമും ഒരു ഫാസ്റ്റ് റിലീഫിൻ്റെ ഒരു ബാം കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ആ ഒരു മരുന്നുകളെന്ന് പറയുന്നത്. പിന്നെ ഇത് തൈറോനോമാണ്. ഇത് ഞാൻ ഡെയിലി കഴിക്കുന്നതാണ്. അത് ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല, അത് വയ്ക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊരു മുറിവെണ്ണയുടെ ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ അതുകൂടെ ഇവിടെ വച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൻ എപ്പോഴും വീഴും, അപ്പോൾ അത് ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ലൈഫ് സേവർ എന്ന് തന്നെ പറയാം, ഈ ബീറ്റാഡിൻ്റെ ഗാർഗിൾ. ഇതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമേ. കാരണം അത്യാവശ്യം എപ്പോഴും തൊണ്ടവേദന വരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നും മരുന്ന് വാങ്ങിച്ച് കഴിക്കാനേ എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് മെഡിക്കൽ ഷോപ്പിലെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ എനിക്കിത് ഗാർഗിൾ ചെയ്താൽ അപ്പം തന്നെ എൻ്റെ ത്രോട്ട് പെയിനൊക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഗുളികകളായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു സിട്രസിൻ്റെ ഗുളിക മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ ചിലപ്പോൾ പാരസെറ്റാമോളും ഒന്ന് കരുതാറുണ്ട്, അത്യാവശ്യം പനിയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഞാൻ വാങ്ങിച്ച് വെക്കാറില്ല. അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പ് ഉള്ളത് കൊണ്ട് ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കുകയാണ് പതിവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൈറോണും, ഇത് ഡെയിലി കഴിക്കേണ്ടതായതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് വരുമ്പോൾ കാണുന്ന ഒരു ഭാഗത്താണ് ഇത് വച്ചിരിക്കുന്നത്. പിന്നെ ഈ ഉള്ളത് കുറച്ച് ആയുർവേദ മരുന്നുകളാണ്. ഇത് ഞാൻ കിച്ചൺ കബോർഡിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വച്ചിരിക്കുന്നത്. കുറച്ച് തൈലവും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ ഒരു ഡെറ്റോൾ കൂടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞിൻ്റെ മരുന്ന്. ഞാനിങ്ങനെയൊക്കെയാണ് മരുന്ന് അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മരുന്ന് വെക്കുക. പിന്നെ പൊട്ടിച്ച മരുന്നുകൾ അധികം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.